രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഭയിലിരുത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കത്തിക്കയറുകയായിരുന്നു. UPA-ക്കും NDA-ക്കും തൊഴിലില്ലായ്മ പരിഹരിക്കാനായില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ശേഷമായിരുന്നു രാഹുലിന്റെ കടന്നാക്രമണം. പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യയും വിദേശ നയവും പരാജയപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ അടിച്ചിരുത്തുന്നത്. ലോക്സഭയിലെ പ്രാതിനിധ്യം 400 കടക്കുമെന്ന് മോദി പറഞ്ഞതും ചൈനയുടെ അധിനിവേശം മറച്ചുപിടിച്ചതും RSSുമായി ചേർന്ന് ഭരണഘടന അട്ടിമറിക്കാൻ നോക്കിയതുമൊക്കെ പറഞ്ഞ് കണക്കിന് പരിഹസിച്ചു രാഹുൽ. കണ്ടോ, മോദി തന്റെ മുഖത്ത് നോക്കുന്നില്ലെന്ന് രാഹുൽ പറഞ്ഞപ്പോൾ മോദി തല ഉയർത്തി നിന്നതിനും സഭ സാക്ഷിയായി. കേന്ദ്രമന്ത്രിമാരുടെ പ്രതിഷേധങ്ങൾക്കും സ്പീക്കറുടെ ഇടപെടലിനും പ്രസംഗം പലതവണ വഴിവെച്ചു. പാർലമെന്റിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയ പ്രസംഗം കഴിഞ്ഞ വർഷത്തെ തന്നെയായതിനാൽ കേവലം വിഴുപ്പലക്കലായി മാറിയെന്നതും രാഹുൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. സാങ്കേതിക വിപ്ലവത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനും ഉൽപാദനത്തിൽ ചൈനയെ തോൽപ്പിക്കാനാവുമെന്ന് യുവജനങ്ങളെ ബോധ്യപ്പെടുത്താനും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനാകണമായിരുന്നു എന്നും രാഹുൽ പറയുന്നു. പക്ഷെ അതുണ്ടായില്ല. ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നടത്തിയ മേക്ക് ഇൻ ഇന്ത്യ മോദിയുടെ നല്ല ആശയമായിട്ടും അത് പരാജയമായി. പ്രതിരോധ സാമഗ്രികൾ പോലും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് യുവാക്കളുടെ തൊഴിലിനെയും രാജ്യസുരക്ഷയെയും ബാധിക്കും. ചൈനയല്ല, ഇന്ത്യ സ്വന്തം നിലക്കാണ് ഈ വിപ്ലവം നയിക്കേണ്ടതെന്ന് യുവജനങ്ങളോട് പറയാൻ സാധിക്കണം. ലോക്സഭയിലെ പ്രാതിനിധ്യം 400 കടന്ന് ഭരണഘടന മാറ്റുമെന്ന് പറഞ്ഞവർക്ക് ഭരണഘടന നെറ്റിയിൽ വെച്ച് തലകുനിക്കേണ്ടി വന്നു എന്നാണ് രാഹുൽ പറയുന്നത്. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ലെന്നും അയോധ്യയിൽ രാമക്ഷേത്രം പണിതപ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിച്ചതെന്നും പറയുന്ന RSS തലവൻ മോഹൻ ഭഗവത് ഭരണഘടന അംഗീകരിക്കുന്നയാളല്ല. എന്നാൽ RSS തലവന്റെ സ്വപ്നം സഫലമാക്കാൻ തങ്ങൾ സമ്മതിക്കില്ല. ഇന്ത്യയെ ഈ ഭരണഘടന തന്നെ നയിക്കുമെന്നും രാഹുൽ പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നിര കയ്യടികളോടെയാണ് ആ വാക്കുകളെ ഏറ്റെടുത്തത്. ഉൽപാദനത്തിൽ ഊന്നുന്നതിനൊപ്പം കീഴ്ജാതിക്കാർക്കും OBC-ക്കാർക്കും ദളിതുകൾക്കും ആദിവാസികൾക്കും ഈ രാജ്യത്തിന്റെ സമ്പത്തിൽ പങ്കാളിത്തം നൽകണം. രാജ്യത്തെ ഉൽപാദന മേഖലയുടെ വിഹിതം 2014-ലെ 15.3% നിന്നും ഇന്ന് 12.6% എത്തി നിൽക്കുന്നു. കഴിഞ്ഞ 60 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. മാത്രമല്ല, പ്രസംഗത്തിനിടെ ഇന്ത്യ ചൈന അതിർത്തി തർക്കവും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു. നമ്മുടെ 4000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈനയുടെ കൈവശമാണ് എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഒരു തുണ്ട് ഭൂമിയും ചൈനക്ക് വിട്ടുകൊടുത്തിട്ടില്ലെന്ന സർക്കാരിന്റെ വാദത്തിന് വിരുദ്ധമായാണ് സൈന്യം പറയുന്നത്. ഭൂമി ചൈന കൈവശപ്പെടുത്തിയെന്ന കാര്യം പ്രധാനമന്ത്രി നിഷേധിച്ചു. പക്ഷേ സൈന്യം അദ്ദേഹത്തിന്റെ വാദത്തെ എതിർക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അതിർത്തിയിലെ 4000 ചതുരശ്ര കിലോമീറ്റർ ചൈനയുടെ കയ്യിലാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഭരണപക്ഷവും സ്പീക്കറും രാഹുലിനെ എതിർത്ത് സംസാരിക്കുകയായിരുന്നു. രാഹുൽ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ രാഹുൽ തന്നെ നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് സ്പീക്കർ രാഹുലിന് നൽകുകയും ചെയ്തു. എന്നാൽ അതൊന്നും രാഹുലിന്റെ പ്രസംഗത്തിന് തടസ്സമായില്ല. ഒരു പ്രതിപക്ഷ നേതാവ് സഭയിൽ എങ്ങനെയാണോ പെരുമാറേണ്ടത് അത് കൃത്യമായി തന്നെ രാഹുൽ കഴിഞ്ഞ ദിവസം മോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് നോക്കി തന്നെ വേണ്ട രീതിയിൽ പെരുമാറിക്കഴിഞ്ഞിട്ടുണ്ട്.